അങ്ങനെ ആ ഒരു നഷ്ടം ഇത് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ ഒരു കുടുംബം പോലെ നമ്മൾ സംസാരിക്കുന്ന എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ വിശദമായിട്ട് ലൈവിൽ എല്ലാവരോടും പറഞ്ഞു. നമ്മൾ അത്രയും നേരം കേട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും കേട്ടു, എനിക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്നു. ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു കൊടുത്ത കാര്യമുണ്ട്. ഞാൻ ഇത്രയും വർഷവും ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. പിന്നെ കുഞ്ഞിത്രയായി അപ്പം നമ്മൾ പതുക്കെ തുടങ്ങുന്നു. അപ്പോൾ ഒന്നുമില്ലാത്തടത്തും നമുക്ക് ഇത്രയായില്ലേ, ഒന്നുമില്ലാത്തപ്പോഴും നമ്മൾ ജീവിച്ചില്ലേ നല്ല രീതിയിൽ. അപ്പം പിന്നെ ഒരാൾ നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ഫീലിങ്സും കാണിക്കേണ്ട കാര്യമില്ല. നമ്മളെ ആവശ്യമില്ല എന്ന് അയാൾ മനസ്സിൽ കരുതുന്ന സമയത്ത് നമ്മൾ അത് ഉപേക്ഷിച്ച് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ആ ജോലി പോയപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. ഇതൊന്നും ഒരു സംഭവമല്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ച് നിർത്തുകയും ചെയ്തു. പിന്നെ ഞാൻ ഇത്രയും ദിവസം ജോലി ചെയ്ത എൻ്റെ ഒരു ശമ്പളം അത് തരിക എന്നുള്ളത് അയാളുടെ മര്യാദയായിരുന്നു. അപ്പോൾ അതെനിക്ക് തന്നില്ല ഇതുവരെയായിട്ടും. അപ്പം അവരുടെ സ്ഥാപനത്തിന് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ അവർ അവരുടേതായിട്ടുള്ള രീതികൾ മുന്നോട്ട് കാണിച്ചപ്പോൾ തീർച്ചയായിട്ടും ഒരാളെ ഒരു ജോലിയിൽ നിന്ന് മാറ്റുമ്പോൾ തീർച്ചയായിട്ടും അതേ ദിവസം വരെ അവർ ചെയ്ത ജോലിയുടെ ശമ്പളം കൊടുത്ത് മാന്യമായി പറഞ്ഞു വിടുക. അതാണല്ലോ ഒരു മാന്യത എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞിട്ട് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല. അത്ര വലിയ തിരക്കും കാര്യങ്ങളും മറ്റു ജോലിയൊന്നും ഉള്ള ആളുമല്ല. അപ്പോൾ നമ്മളോട് അതിനെക്കുറിച്ചൊട്ടും സംസാരിച്ചുമില്ല. ഇനി അവർ ഇത്രയും ദിവസം നമ്മൾ ജോലി ചെയ്തത് എഴുതി തള്ളിയതാണോ അതോ എന്താണ് അവരുടെ മനസ്സിൽ കരുതിയിരിക്കുന്നതെന്നും അറിയില്ല. എന്തായാലും നമ്മളോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ചിലരൊക്കെ എന്നോട് പറഞ്ഞു ചോദിക്കുക, തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കുക. ആദ്യം ഞാൻ വിചാരിച്ചു വേണ്ട, അതും കൂടെ അങ്ങ് എടുത്തോട്ടെ അവർ എന്ന് കരുതി. കാരണം നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കുക നമുക്ക് മനസ്സിലായതോ. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് പോയി കഷ്ടപ്പെട്ടതാണ്. വായിട്ടലക്കിയെന്നും അത്രയും കുട്ടികൾ ഈ സംസാരക്കാരായിട്ടുള്ള പിള്ളേരുടെ അടുത്ത് നമ്മൾ നിൽക്കുന്നതാണ്. അതും ഈ 2 മണിക്കൂർ തുടർച്ചയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്, ഇരിക്കുന്നൊന്നുമില്ല. അപ്പം ആ നിൽക്കുന്നതിൻ്റെ സ്ട്രെയിൻ നമ്മുടെ ശരീരത്തെ നന്നായിട്ട് ബാധിക്കും, നമ്മുടെ കാലുകൾക്ക്. അപ്പോൾ 2 മണിക്കൂർ നിന്ന് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അപ്പം നമ്മളത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചോദിക്കാം. പിന്നെ അത് നോക്കാം. ഈ ഒരു മാസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയോ ഇല്ലയോ എന്ന് വിചാരിക്കും. 2-3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഈ മാസം കഴിയുമ്പോൾ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു മെസ്സേജ് അയക്കും. എനിക്കെന്തായാലും അത് വേണം. ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. അപ്പം അവർക്ക് അവരുടെ ഇതിൽ പെട്ട ആളിനെ കിട്ടി, അതുകൊണ്ട് നമ്മളെ ഒഴിവാക്കിയതാണ്. അതിന് പറഞ്ഞിട്ടുള്ള കാരണങ്ങളൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം ഞാൻ വേറെടുത്ത് പഠിപ്പിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ സാറിനോട് പറഞ്ഞു, സാറെ ചോദിക്കണേ. അപ്പോൾ പറഞ്ഞു ടീച്ചറെ ഞാൻ നേരത്തെ തന്നെ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. കുട്ടികൾക്കെല്ലാവർക്കും താല്പര്യമുണ്ട്. പറയാം ചില സമയത്ത് ടീച്ചർ ഞങ്ങളെ എയറിൽ നിർത്താറുണ്ട്, പക്ഷേ അതൊരു നല്ല കാര്യത്തിനാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഇങ്ങനെ തന്നെ സാറ് പറഞ്ഞതും, സാറേ ടീച്ചറെ അതവർക്കറിയാം, അവരൊക്കെ ആ ഒരു സ്നേഹത്തോടു കൂടിയാണ് അവരെ ഇഷ്ടപ്പെടുന്നത്. ആ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ട്. ടീച്ചറിനുള്ള ആ സ്നേഹം കൊണ്ടാണ്, അതുകൊണ്ട് അത് അവർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മുടെ സെൻറ്ററിനെ കുറിച്ച് മൊത്തത്തിലും എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു ടീച്ചർ. അത് ഉറപ്പായിട്ടും മറ്റെന്തോ ഒരു ലക്ഷ്യത്തോടു കൂടി ഒഴിവാക്കിയതാണ് എന്നാണ് എനിക്കും തോന്നുന്നതെന്നാണ് സാറും പറഞ്ഞത്. എന്നാൽ പോട്ടെ. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരാളുടെ കഴിവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരിക്കലും ചെയ്യുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല.
പിന്നെ അവിടെ കുട്ടികളുടെ സന്തോഷത്തിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു പരീക്ഷയുടെ പേപ്പർ കൊടുക്കുമ്പം നമ്മൾ ചിരിച്ച മുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ അടുത്ത പരീക്ഷയും ഒരു വെറുതെ ഇങ്ങനെ വന്ന് എഴുതി എന്തെങ്കിലും വയ്ക്കത്തേ ഉള്ളൂ അല്ലേ. കുട്ടികൾക്ക് അത് പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് തരുന്നത് നമ്മളൊക്കെ കുഞ്ഞിലെയൊക്കെ പേടിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് മാർക്ക് ഇങ്ങോട്ട് തരുന്ന ദിവസം നമുക്ക് വല്ലാത്ത ടെൻഷനാണ് അല്ലേ. അപ്പം നമ്മൾ അനുഭവിച്ച ടെൻഷനൊന്നും അനുഭവിക്കണമെന്നല്ല, ഒരു ഭയം കാണണം അവർക്ക്. ആ ഒരു പേപ്പർ കിട്ടുമല്ലോ, തിരിച്ച് പേപ്പർ കിട്ടേണ്ടതാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കണം എന്ന ചിന്ത അവർക്കുണ്ടാവണം. അപ്പോൾ അതൊന്നുമില്ല. ടീച്ചർമാർ സാറന്മാരും കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കേണ്ടത്. അവരവിടെ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നുമില്ല, പരീക്ഷ ഇടുന്നുണ്ട്, പഠിക്കേണ്ട കുട്ടികൾ എങ്ങനെയായാലും പഠിക്കും, ആ ഒരു ലെവലിൽ അങ്ങനെ പഠിക്കുന്നു. പഠിക്കാത്ത കുട്ടികൾ പഠിക്കുന്നില്ല, പ്രത്യേകിച്ചൊരു മാറ്റവും ഇല്ല. അപ്പം അവിടെ എൻ്റെ ഒരു അനുഭവം എന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ കാര്യം പറയണം, അതിന് അക്ഷരങ്ങൾ പോലും വ്യക്തമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ടീച്ചർ ഇങ്ങനെ സാറിനോട് പറയണം, സാറേ ആ കുട്ടിക്ക് അക്ഷരം പോലും ഇങ്ങനെ എഴുതാനെത്തില്ല, ഞാൻ ഇങ്ങനെ എഴുതി കാണിച്ചു കൊടുത്തു മറ്റൊരു കുട്ടിയെ കൊണ്ട് എന്ന് പറഞ്ഞു. ആ ഒരവസ്ഥയാണ്. അപ്പോൾ സാറ് വെറും ഇതായിട്ട് പറഞ്ഞെന്തോന്നറിയാം, അതെന്തിനാ ടീച്ചറെ നമ്മൾ അന്വേഷിക്കുന്നത്, നമ്മളിവിടെ പഠിപ്പിക്കുന്നു, അത് എഴുതാനും വായിക്കാനും ഒക്കെ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കേണ്ടതാണ്. 2ലും 3ലുമൊക്കെയാണ് എഴുതാനും വായിക്കാനും പഠിക്കേണ്ടത്. അത് പഠിക്കാതെ നമുക്കിപ്പോൾ ഇവിടെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതൊക്കെ അന്ന് പഠിക്കേണ്ടതാണ്, അത് നമ്മുടെ വിഷയവും അല്ല എന്ന് പറഞ്ഞു സാറ്. അത്രയും പറഞ്ഞാൽ കഴിയുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, അത്രയും ഉള്ള ആ ഒരു കുട്ടികളെ പിടിച്ചിരുത്തുക, ഒരു കുട്ടി പോലും നഷ്ടപ്പെടരുത്, ആ ഒരു ചിന്ത. പക്ഷേ ഈ സാറിന് അങ്ങനെ പറയുകയാണെങ്കിൽ എന്നോട് നേരത്തെ തന്നെ പറയുന്നത്, ടീച്ചറെ കുട്ടികളെ ഒന്നും വഴക്ക് പറയല്ലേ, അവരെ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കണം, അവരോട് തമാശയൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് പോയാൽ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇത്ര ഇതായിട്ടൊന്നും അവരോട് സ്നേഹത്തോടു കൂടി ഉള്ള ഇത് കാണിക്കത്തില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ വന്ന് പഠിപ്പിക്കുന്നു, അവർക്ക് കുറേ ചിരിക്കാനുള്ള അവസരം, വഴക്കിടാനുള്ള ബഹളം വെക്കാനുള്ള അവസരം കൊടുത്തിട്ട് ഞാൻ പറയുന്നത് എനിക്ക് ഇത്ര സ്ട്രെയിൻ എടുക്കേണ്ട ഒന്നും കാര്യമേ ഇല്ലായിരുന്നു. അപ്പം എനിക്കങ്ങനെയൊക്കെയാണ് തോന്നിയത്. പിന്നെ അറിഞ്ഞത് നമ്മൾ ഒരുപാട് ഇതായിട്ടൊന്നും സംസാരിക്കുന്നതിലും കാര്യമില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെ വേണ്ട, നമുക്കും വേണ്ട. നമുക്ക് ഒരു നഷ്ടമുണ്ടായെന്ന് കരുതി അതിനെ മൊത്തത്തോടെ ആക്ഷേപിക്കുന്നതും ശരിയല്ലല്ലോ. എൻ്റെ 1-2 ചിന്താഗതിയാണ്. പക്ഷേ നേരത്തെയൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുക എന്താണ് കാര്യം എന്നുള്ളത്. അത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം സാറ് ഇല്ലാത്തപ്പോൾ സാറ് എല്ലാ ദിവസവും സാറ് താമസിച്ചാണ് വരുന്നത്, കാരണം സാറിന് ജോലിയുള്ളതാണ്. അപ്പോൾ ഞാൻ ഓഫീസ് നോക്കുന്നു. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ വരുമ്പോഴും എല്ലാം ഇരിക്കണം. അപ്പം പ്രിൻസിപ്പളിൻ്റെ ചെയർ എനിക്കായിട്ട് അവിടെ തരുകയും ചെയ്യും ആ ഒരു ടൈം. അപ്പം നമുക്ക് ആ ഒരു പ്രാധാന്യത്തോട് നമ്മൾ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും, കുട്ടികളോട് പറയേണ്ടത് പറയും എന്നൊക്കെ അവർക്കൊക്കെ അറിയുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാനാണ് ആദ്യം ചെല്ലുന്നത് സെൻറ്ററിൽ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് കുട്ടികൾ വരത്തുള്ളൂ. ആ ഒരു സമയത്തിനനുസരിച്ചാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, അവിടെ ചെല്ലും. ഒരു പ്രാവശ്യം ഞാൻ ചെന്നപ്പം അവിടെ വേറെ ആരില്ല, ഹൈവേ സൈഡാണ്. ഹൈവേ നിന്ന് കഴിഞ്ഞ് ഈ കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നതൊക്കെ കാണാം, അങ്ങനെയുള്ള. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു വീടുണ്ട്, പക്ഷേ ആ വീട്ടിൽ ആ സമയത്ത് ആരും ഇല്ലാത്തതാണ്. ഞാൻ ചെന്നപ്പോഴത്തേക്കും 9-ലാണോ 10-ലാണോ പഠിക്കുന്ന 2 പെൺകുട്ടികൾ അവിടെ ഉണ്ട്. അപ്പം നമുക്ക് അടുത്തടുത്ത് പെട്ടെന്നൊന്ന് വിളിച്ചാലൊക്കെ കേൾക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഞാൻ ചെന്ന് കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ടും ഇതായിപ്പോയി, കാരണം ഈ 2 പെൺകുട്ടികൾ മാത്രം അവിടെ ഇരിക്കുന്നത്. അപ്പം ആരെങ്കിലും ഒന്ന് കയറി വന്നാൽ ഹൈവേ സൈഡാണ്, നമുക്കും ഒരു പേടി. ഞാൻ പറഞ്ഞു നിങ്ങളെന്തിനാ ഇത്ര നേരത്തെ വന്നത്, അത് സ്കൂളിൽ നിന്നായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് വന്നാൽ പോരെ, 5 മണിക്കാണ് ക്ലാസ്, ഞാനൊരു 3:30 കഴിയുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് വന്നാൽ പോരായിരുന്നു, ഇവിടെ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കരുതെന്ന് സാറ് എല്ലാവരും പറഞ്ഞിട്ടുള്ളതല്ലേ, ശരിയാവത്തില്ല അങ്ങനെ വന്നിരുന്നാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആരും അറിയത്തില്ല എന്നൊക്കെ ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ വഴക്ക് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം
പക്ഷേ ഈ കുട്ടികൾ വീട്ടിൽ ചെന്ന് അത് പറഞ്ഞിട്ട് അവർക്കത് ബുദ്ധിമുട്ടായി. പിന്നെ സാറിനെ വിളിച്ചു, ടീച്ചർ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ സാറേ, അപ്പം പറഞ്ഞു ഇനി അതുകൊണ്ട് അതിനകത്ത് നിന്ന് ഒരാൾ വരില്ല എന്ന് പറഞ്ഞു. ഒരാൾ വരാത്തതുകൊണ്ട് രണ്ടാളെണ്ണത്തിൽ അങ്ങനെ എന്തോ അവർ 2 കുട്ടികളും പിന്നെ വന്നിട്ടില്ല. അപ്പോഴത്തേക്കും കണ്ടു മോങ്കുട്ട അപ്പോഴത്തേക്കും അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു, ടീച്ചറെ ആ 2 കുട്ടികളുടെ ടീച്ചർ വഴക്ക് പറഞ്ഞതുകൊണ്ട് ആണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ അമ്മ വിളിച്ചായിരുന്നു. ഞങ്ങളങ്ങനെ അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു. അപ്പം പറഞ്ഞത് ടീച്ചർ അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് അവളിനി വരുന്നില്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം കുട്ടിയോടെന്ന് പറഞ്ഞു. ടീച്ചർ അപ്പോൾ എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു, ടീച്ചർ എന്തിനാ സംസാരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ടീച്ചർ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ എന്തുകൊണ്ടാണ് ടീച്ചർ അത്രയും നേരത്തെ ഇവിടെ വന്ന് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് നമ്മൾ അത്രയും നേരത്തെ ഇവിടെ വന്ന് ടീച്ചർ നോക്കുന്നത്. അപ്പോൾ അതിനു മുമ്പേ വന്നിട്ട് ഇവിടെ എന്താണ് സംഭവം നമ്മൾ അറിയുന്നുണ്ടോ? അതുകൊണ്ട് ടീച്ചർ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇവിടെ ഞങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് പ്രശ്നമില്ല. അവർ 2 പേരും വന്നില്ലെങ്കിൽ നമുക്ക് 2 കുട്ടികൾ പോയി ഓക്കെ, അവർ വേറെ എവിടെ വേണേലും പോയിക്കോട്ടെ. പക്ഷേ ഒരിക്കലും ആ ഒരു തീരുമാനം അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് കരുതുന്നുണ്ടോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കത് മനസ്സിലാകത്തില്ല. ആ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാർക്കും പിന്നീട് ഒരിക്കലും അവർക്ക് മനസ്സിലാകും. അത് അങ്ങനെ ആയിക്കോട്ടെ ടീച്ചർ അതുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാലും ഞാൻ കാരണമല്ലേ 2 കുട്ടികൾ പോയത് എന്ന് പറഞ്ഞു. ടീച്ചർ എന്തിനാ അതിന് വിഷമിക്കുന്നത്? അന്ന് എനിക്ക് തന്ന സപ്പോർട്ടുണ്ടല്ലോ. കാരണം അവർക്കെല്ലാവർക്കും എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഞാൻ ആവശ്യമില്ലാത്ത ഒന്നിലും ഇടപെടത്തില്ല, കാര്യമായിട്ട് പറയുമെന്നറിയാം. അന്ന് എനിക്ക് തന്ന സപ്പോർട്ടുണ്ടല്ലോ. അത് അത്രയും നാളും ആ ഒരു നാട്ടിൽ അത്രയും കുട്ടികളും ഞങ്ങളെ വിശ്വസിച്ച് വന്നു. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇപ്പം ടൂറിനൊക്കെ ആകുമ്പോഴത്തേക്കും എന്തുവാ കൂട്ട കണ്ടമ്മ കണ്ട്. അപ്പം ടൂറിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് വിടത്തില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പം കൂടുതൽ നമുക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുട്ടികളൊക്കെ ആയിരിക്കും. വന്നിട്ട് പറയും ടീച്ചറെ വീട്ടിൽ നിന്ന് വിടത്തില്ല, ടീച്ചറെ ഒന്ന് സംസാരിക്കുമെന്ന് പറയും. അങ്ങനെ ഞാൻ പറയുന്ന വീട്ടിൽ നിന്ന് വിടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാം. അവൻ പറഞ്ഞാൽ അല്ല ടീച്ചർ സംസാരിച്ചാൽ മതി, ടീച്ചർ സംസാരിച്ചാൽ വിടും, അത് ടീച്ചറിനറിയാം. പിന്നെ നമ്മൾ വിടില്ല അല്ലെങ്കിൽ അവരുടെ അച്ഛൻ സമ്മതിക്കില്ല അമ്മ സമ്മതിക്കുന്നതെന്ന് മസ്റ്റായിട്ട് പറഞ്ഞ് ഒരു ചാൻസും ഇല്ലാത്തടത്ത് ഞാൻ പിന്നെ സംസാരിക്കും. ഈ കുട്ടികളുടെ ആ ഒരു നിർബന്ധം അങ്ങനെ സംസാരിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിക്കും. അപ്പോൾ എന്തോ എൻ്റെ ഉത്തരവാദിത്വം കൂടുതലാണ്. നമ്മൾ രാവിലെ ചെന്നിട്ട് ഞാൻ ആദ്യം ഇപ്പോൾ ഇറങ്ങണം, വീട്ടിൽ നിന്ന് കൊണ്ടുവിടും. നമുക്ക് സാറന്മാരുടെ ആരെങ്കിലുമൊക്കെ വണ്ടി കാണും. എന്നിട്ട് ഇവരെയൊക്കെ വീടുകളിൽ ചെന്ന് വിളിക്കണം. വെളുപ്പിനെ ചെന്ന് ഓരോ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ വിളിച്ച് കൊണ്ടുവന്ന് ടൂറ് പോയിട്ട് അപ്പം നമ്മളുടെ കുറേ നിർദ്ദേശങ്ങൾ പിന്നെ എൻ്റെ ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കുമ്പോൾ നമ്മളിതെല്ലാം ഇവരോട് സംസാരിക്കണം, കാര്യങ്ങളെല്ലാം വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ തിരിച്ച് വരാൻ നേരത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് തിരിച്ച് ഇവരെ വിളിക്കാൻ വീട്ടിൽ നിന്ന് വരത്തില്ല. നമ്മൾ ആരെയൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നാൽ അവരെ എല്ലാം തിരിച്ച് എത്ര വൈകിയായാലും നമ്മൾ സാറുമാരുമായിട്ട് ചെന്ന് കുട്ടികളെല്ലാവരെയും അവരവരുടെ വീടുകളിലാക്കിയിട്ട് അതിന് ശേഷം വന്ന് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടാണ് അവരവരുടെ വീടുകളിലേക്ക് പോകുന്നത്. അപ്പം ഇങ്ങനെ കൊണ്ടുവിടാനുള്ളതുകൊണ്ട് ലാസ്റ്റ് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടും സാറന്മാരെല്ലാം കൂടെ. അങ്ങനെ അത്രയ്ക്കും നല്ല രീതിയിൽ പോയാൽ. പക്ഷേ ഇതുവരെയും നമ്മളിൽ നിന്നും ആർക്കും നമ്മൾ നന്നായിട്ട് നോക്കും, നമ്മളുള്ള ഒരു വിശ്വാസം. പഠിത്തമായാലും എന്നോട് ഭയങ്കര കാര്യമായിട്ടിരുന്ന കുറേ കുട്ടികളുണ്ട്. എനിക്ക് സങ്കടം അല്ലെങ്കിൽ ഒരു വിഷമം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞത് ഞാൻ പഠിപ്പിച്ച് ശരിയായില്ല എന്നുള്ള ഒറ്റ കാര്യമാണ്. അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. അത് എന്തായാലും പൊയ്ക്കോട്ടെ, എന്തായാലും ഞാൻ ആ സാലറി കിട്ടണേ എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ വെറുതെ അവർക്ക് എന്തായാലും അത്യാവശ്യം ഒരു ചെറിയൊരു തുകയുണ്ട്, തരുമായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിളിക്കണം എന്ന് കരുതിയിരിക്കുകയാണ്. ഈ ഒരു മാസം നോക്കട്ടെ, ഈ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഞാനേതായാലും വിളിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇങ്ങനത്തെ വിശേഷങ്ങൾ. ഇങ്ങനെയൊക്കെ പോകുന്നു. ട്യൂഷനൊക്കെ പോയി, കുട്ടികളുടെയൊക്കെ പരീക്ഷ തുടങ്ങി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മളെ ഏറ്റവും കൂടുതൽ
ഒരു കളങ്കമില്ലാതെ സ്നേഹിക്കുന്ന അവർ തന്നെയാണ്. അവരോട് നമുക്ക് എന്തുവാണെന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയുന്നു, ടീച്ചറിൻ്റെ കാര്യം പറയുന്നു ഒക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് അവർക്ക്. നമ്മളോട് ഞാൻ കേൾക്കണം, അവർ പറയുന്നത് ഞാൻ കേട്ടേ പറ്റുള്ളൂ. അതാണ്, ഒരാൾ ഒരു കഥ പറയുമ്പോൾ അടുത്ത ആൾ വേറൊരു കഥ പറയും. അങ്ങനെ ഇപ്പം നല്ല രസമാണ്. ഇപ്പം കഥ പറച്ചിലാണ് കുറേ കുട്ടികൾ. നമ്മൾ കേട്ടോ കൂടുതൽ കുട്ടികൾ വരുമ്പോൾ അവരിങ്ങനെ ഓരോരുത്തരുടെ കാര്യം പറയുമ്പോൾ അങ്ങനെ ടീച്ചർ അവൻ അങ്ങനെയാണ് ഇങ്ങനെ. അപ്പം പിന്നെ ഇവിടെ ഒരു സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ, ടീച്ചറെ സാറ്, ഞാൻ പറഞ്ഞു ഇതേത് സാറ് പഠിപ്പിക്കുന്ന, സാറ് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാറ് നല്ലപോലെ ഉപദ്രവിക്കും, പിച്ചും എന്തെന്നാ ചെവിയെ പിടിച്ച് കയ്യെ പിടിച്ച് വലിക്കും, എന്തൊക്കെ നല്ലപോലെ ഉപദ്രവിക്കും എന്നൊക്കെ പിള്ളേർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ദൈവമേ, ഇതുപോലുള്ള ഉപദ്രവം വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഒന്ന് നോക്കാൻ പോലുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ഇല്ലാത്ത രീതിയിലേക്ക് സാറന്മാരുടെ അവസ്ഥ മാറിയല്ലോ. കൊച്ചു കുട്ടികളാണെങ്കിലും അത് അംഗീകരിച്ച് നിൽക്കുന്നു. വലിയ കുട്ടികളാകുമ്പോൾ അത് അംഗീകരിക്കാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഇനി ഏതായാലും നാളെ രാവിലെ എനിക്ക് പോകണം, ക്ലാസ്സുണ്ട്. അപ്പം ബാക്കി ലൈവിൽ വരുമ്പോൾ